വെൽക്കം ടു ഏസപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ജോഗ്രഫിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ പല രീതിയിൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജലത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കറ്റാടി ഫാമുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കേരളത്തിലെ പ്രദേശമുണ്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നദി എന്ന് പറയുന്നത് പെരിയാറാണ്. ഏത് നദിയിലാണ്? പെരിയാറിലാണ്. പെരിയാറിലും അതിൻ്റെ പോഷക നദികളിലുമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. അപ്പോൾ ഓർത്തു വയ്ക്കണം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നദിയാണ് പെരിയാർ. അതേസമയം ഓർത്തു വയ്ക്കുക, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് പള്ളിവാസൽ എന്ന് പറയുന്നത്. ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നുള്ളത്. ഏതാണ്? പള്ളിവാസലാണ്. അതേസമയം ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി ഞാൻ നേരെ സ്വകാര്യ മേഖലയിലോട്ട് വരുന്ന സമയത്ത്, സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ജലവൈദ്യുത പദ്ധതി, സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് മണിയാർ എന്ന് പറയുന്നത്. ഏതാണ്? മണിയാർ. സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് എന്ത്? കുത്തുങ്കൽ എന്ന് പറയുന്നത്. ജലവൈദ്യുത പദ്ധതികളെ നമ്മൾ 3 തട്ടുകളായിട്ട് തിരിക്കുന്നു. വൻകിട ജലവൈദ്യുത പദ്ധതികൾ, വലിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ, അതേസമയം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേര് പള്ളിവാസൽ എന്നാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഇടുക്കി എന്നാണ്. അതേസമയം കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേര് മണിയാർ എന്നാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും വലുതാണ് ഇത് കുത്തുങ്കൽ എന്ന് പറയുന്നത്. നമ്മൾ നേരെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലോട്ടൊന്ന് പോവാണേ. പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടത് ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് വട്ടം. ഇനി 1940 മാർച്ച് 19 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, സ്ഥാപിക്കപ്പെടുന്നത്. 1940 ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഓർത്തു വയ്ക്കുക, കേരളത്തിലെ രണ്ടാമതായി സ്ഥാപിക്കപ്പെട്ട ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ചെങ്കുളം എന്ന് പറയുന്നത്. അപ്പൊ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നമ്മുടെ ഏത് നദിയിലായിരിക്കുന്നത്? അത് നമ്മുടെ മുതിരപ്പുഴയിൽ തന്നെയാണ്. ചോദിക്കാറുണ്ട്, മുതിരപ്പുഴയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 2 പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളത്. പള്ളിവാസലും, ആദ്യം സ്ഥാപിക്കപ്പെട്ടത് പള്ളിവാസലും, രണ്ടാമത് സ്ഥാപിക്കപ്പെട്ട ചെങ്കുളമാണ്. ഏത് വർഷമാണെന്ന് ചോദിക്കാറുണ്ട്. 1954 ഏത് കൊല്ലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്? 1954. ഇനി ഞാൻ നേരെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലോട്ട് പോവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണെന്ന് പറഞ്ഞു. 1975 അത് സ്ഥാപിക്കപ്പെടുന്നു. 1976 ഫെബ്രുവരി 12 അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1976 ഫെബ്രുവരി 12 ഓർത്തു വയ്ക്കണം, അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. എന്നാണ്? ഫെബ്രുവരി 12. ഈ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം പൂർത്തിയായിരിക്കുന്നു, അല്ലെ? അതേസമയം ഓർത്തു വയ്ക്കുക, ആരുടെ ഭരണകാലഘട്ടത്താണ്? ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നതും ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്താണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്താണ് ഇങ്ങനൊരു ജലവൈദ്യുത പദ്ധതിയൊക്കെ നിലവിൽ വരുന്നതും അവർ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ. ഇനി ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമുക്കറിയാം അത് ഇടുക്കി ജില്ലയിലാണ്, പെരിയാറിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതിൻ്റെ വൈദ്യുത ഉൽപാദന ശേഷി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. എത്രയാണ്? 780 മെഗാവാട്ടാണ്. എത്രയാണ്? 780 മെഗാവാട്ടാണ് അതിൻ്റെ വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത്. അതേസമയം അത് വലിയതായതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെട്ട അണക്കെട്ടുകളുടെ പേരുകളാണ് നമ്മൾ പറയുന്നത്. ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഏതൊക്കെ അണക്കെട്ടുകളിലായിട്ടാണ്? ഇടുക്കി, ചെറുതോണി, കുളമാവ്. അപ്പം അതിൻ്റെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് മൂലമറ്റത്താണ്. എവിടെയാണ് അതിൻ്റെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്? മൂലമറ്റമാണ്. ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലാണ്, പെരിയാർ എന്ന് പറയുന്ന നദിയിലാണ് 3 അണക്കെട്ടുകളിലായിട്ട് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി, ചെറുതോണി, കുളമാവ്.
1975 സ്ഥാപിതമായെങ്കിലും 1976 ഫെബ്രുവരി 12 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ആ പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതേസമയം തന്നെ അതിന്റെ വൈദ്യുത ഉൽപാദന ശേഷി 750 മെഗാവാട്ടാണ്. ഇനി ഞാൻ നേരെ മലബാറിലോട്ട് വരുന്ന സമയത്ത് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലാണ്. 1972 സ്ഥാപിക്കപ്പെട്ടതാണ്. കുറ്റ്യാടിപ്പുഴയിൽ തന്നെയാണ്. ഓർത്തു വെക്കണം, മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്. ഇനി ഉറുമി 1ഉം 2ഉം, അതായത് ഉറുമി ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ്. അതേസമയം ഇരുവഴിഞ്ഞി പുഴയിലാണ്. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ടത്. ഏത് രാജ്യമാണ്? ചൈനയാണ്. ഇനി നമുക്കറിയാം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണെങ്കിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ശബരിഗിരി എന്ന് പറയുന്നത്. ശബരിഗിരി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പയിലും അതിൻ്റെ പോഷക നദികളിലായിട്ടാണ്, പമ്പ, കക്കി നദികളിലൊക്കെ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ. ഇനി അതേസമയം ഓർത്തു വയ്ക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികളിലോട്ട് വരുന്ന സമയത്ത് മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പയിലും പോഷക നദികളിലായിട്ട്. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ്. അതേസമയം നിങ്ങൾ ഓർത്തു വയ്ക്കണം, പന്നിയാർ എന്ന് പറയുന്ന നദിയിലാണ്. ഏത് നദിയിലാണ്? പന്നിയാർ എന്ന് പറയുന്ന നദിയിലാണ്. ഉള്ളുങ്കൽ പത്തനംതിട്ട ജില്ലയിലാണ്, കക്കാട് നദിയിലാണ്. ഇത് മൂന്നും, അതായത് മണിയാറ്, കുത്തുങ്കൽ, ഉള്ളുങ്കൽ, ഇത് മൂന്നും സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ജലവൈദ്യുത പദ്ധതികളാണ്. ഇത് സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ജലവൈദ്യുത പദ്ധതികളാണ്. ഇനി 1-2 ജലവൈദ്യുത പദ്ധതികളും കൂടെ നമ്മൾ പറയണം. അതായത് നമ്മുടെ ചാലക്കുടി പുഴയിൽ, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 2 ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് ഷോളയാറാണ്. ഏതാണ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്? ഷോളയാറാണ്. അതേസമയം ഓർത്തു വെക്കുക, പെരിങ്ങൽകുത്ത് ചോദിക്കാറുണ്ട്. പെരിങ്ങൽകുത്ത്, ഷോളയാർ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട്. ചാലക്കുടി പുഴയിലാണ്. അതേസമയം അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി. ഏത് ജലവൈദ്യുത പദ്ധതിയാണ്? പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി. ഓർത്തു വയ്ക്കണം, കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അതേസമയം തന്നെ അതേത് നദിയിലാണ്? വളപട്ടണം പുഴയിലാണ്. ഏത് പുഴയിലാണ്? പഴശ്ശി ഡാമിക്കിരിക്കുന്ന നദി തന്നെയാണ് വളപട്ടണം പുഴ എന്ന് പറയുന്നത്. അതേ വളപട്ടണം പുഴയിൽ തന്നെയാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇനി അതേസമയം ഏറ്റവും അടുത്ത കാലങ്ങളിലായിട്ട് 2024 ഒക്ടോബർ 28 കേരളത്തിൽ നിലവിൽ വന്നൊരു ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ്? തൊട്ടിയാർ. പുറത്തു വയ്ക്കണം, തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഇരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. പെരിയാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൈവഴിയായിട്ടുള്ള ദേവിയാർ എന്ന് പറയുന്ന നദിയിൽ തന്നെയാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഇരിക്കുന്നത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, 2ാമത്തത് ചെങ്കുളം സ്ഥാപിക്കപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി, 2ാമത്തെ വലുത് ശബരിഗിരി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിലോട്ട് വരുന്ന സമയത്ത് സ്വകാര്യ മേഖലയിൽ ആദ്യത്തേത് മണിയാറാണെങ്കിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് കുത്തുങ്കൽ എന്ന് പറയുന്നത്. കേരളത്തിൽ അടുത്ത കാലങ്ങളിലായിട്ട് നിലവിൽ വന്നൊരു ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് തൊട്ടിയാർ എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലാണ്, ദേവിയാർ എന്ന് പറയുന്ന നദിയിലാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.